ആരാ മോളെ? നിനക്ക് പൊന്നും പണ്ടൊക്കെ തന്ന ആ അമ്മയോ? വരൂ വരൂ അമ്മേ വരൂ. ഇതായിരുന്ന നിന്റെ വീട്? ഞാൻ കൊറേ അന്വേഷിച്ചു കേട്ടോ. അമ്മയെ കാത്ത് മോൾ ഒരുപാട് നേരം അവിടെ നിന്നിരുന്നു. ഒടുവില് ഇരുട്ട് വീഴാൻ തുടങ്ങിയപ്പോഴാ അവൾ ഇങ്ങോട്ട് പോകുന്നത്. ഒന്നും പറയണ്ട കുഞ്ഞെ, ദേവിയെ തൊഴുതു നിന്നപ്പോ ഞാൻ എല്ലാം മറന്നു. എത്ര നേരം അവിടെ നിന്നോന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ദീപാരാധന തൊഴുതിട്ട് വരണോന്ന് കരുതിയതാ. പിന്നെ അത്താഴ പൂജ കഴിഞ്ഞ് നട അടച്ചപ്പോഴാ ആ സന്നിധിന്ന് ഇറങ്ങാൻ തോന്നിയത്. ആ മോളെ, എന്തായാലും നിന്നെ നിന്റെ വീടും കണ്ടല്ലോ. അമ്മയ്ക്ക് സമാധാനായി. ഇവരാണോ നിനക്ക് പൊന്നും പണവും തന്നത്? അമ്മേ, അയ്യോ, അകത്തേക്ക് വരൂ. വന്ന കാലം നിൽക്കാതെ വരൂ വരൂ വരൂ. സൂക്ഷിച്ച് കേറി അമ്മേ, വന്നാട്ടെ. ഇരിക്കെ. കുടിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട. മോളെ, നിന്നെ ഞാൻ ഇന്നലെ ഏൽപ്പിച്ച സഞ്ചി എവിടെ? അതിങ്ങെടുത്തോണ്ട് വാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ എല്ലാവരും കൂടി ഒരു രഹസ്യം പറിച്ചില്? ഞാൻ എന്താ ചോദിക്കുന്നെന്നാണോ? അത് ഇവൾക്കറിയാം. ചെല്ലും മോളെ, പോയി അമ്മയുടെ സഞ്ചിയും എടുത്തിട്ട് വാ. എന്താ മോളെ, എന്തു പറ്റി? ഈ വീട്ടില് ഞാനായിട്ട് വരുത്തി വെച്ച കുറെ ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതിന്റെ പേരില് ഒരാള് ഞങ്ങളെ നിരന്തരമായി ശല്യം ചെയ്യുകയായിരുന്നു. ഇന്നലെ അത് സഹിക്കാൻ വയ്യാതായപ്പോ ഒന്നുകില് അയാളുടെ ബാധ്യത തീർക്കണം, ഇല്ലെങ്കില് ഇവളെ അയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അയാൾ ഒരേ ബഹളമായിരുന്നു. അത് ഈ പ്രദേശത്തൊരു ചട്ടമ്പിയാ. അങ്ങനെ ഒരാൾക്ക് എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതിന്റെ പേരിലുള്ള ശല്യം സഹിക്കാൻ വയ്യാതായപ്പോ നല്ല അമ്മ തന്ന ആ പൊന്നും പണ്ടവും മോൾക്ക് അയാൾക്ക് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ വീടിന്റെ പേരിലുള്ള എല്ലാ ബാധ്യതയും ഒഴിവായോ? ഒഴിവായി. ഇന്നലെ അയാൾക്ക് അത് കൊടുത്തപ്പോ തന്നെ അയാൾ അത് വാങ്ങി ഇവിടുന്ന് പോവുകയും ചെയ്തു. ഇനി അയാള് വരില്ലെന്ന് എന്താ ഉറപ്പ്? ശരി, നിങ്ങൾ പറയുന്നത് എനിക്ക് കൂടി വിശ്വാസമാവണല്ലോ. ഈ വീടിന്റെ ബാധ്യത എല്ലാം തീർന്നു എനിക്ക് കൂടി വിശ്വാസമാവുന്നത് വരെ ഞാൻ ഇവിടെ തങ്ങും. അതിലാർക്കേലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ ആരൊന്നും മിണ്ടാത്തത്? ഞാനിവിടെ കുറച്ചു ദിവസം താമസിക്കുന്നതില് നിങ്ങൾക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ? ഏയ്, ഒരു അസൗകര്യമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എങ്കിൽ നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് ബോധ്യമാവുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. എനിക്കൊന്ന് നടുനിവർത്താൻ ഇവിടെ എവിടെയാ സൗകര്യം? ഇവിടെ എന്റെ അമ്മ കിടന്ന മുറിയുണ്ട്. അമ്മ ഇപ്പൊ ഇവിടെ ഇല്ല. അമ്മയ്ക്ക് ആ മുറി ഉപയോഗിക്കാം. ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ.
ഒരുത്തനെ ഇറക്കി വിട്ടപ്പോഴേക്കും ദേ അടുത്തൊരു തള്ള. ഇനി ഇവരെത്ര കാലം ഇവിടെ ഉണ്ടാവും പറഞ്ഞാ? അമ്മ ഒന്ന് അടങ്ങ്. ദേവൂട്ടിയുടെ കയ്യിൽ അവർ ഇത്രയും സ്വത്ത് ഏൽപ്പിക്കണമെങ്കിലേ അവരെന്തുമാത്രം കോടീശ്വരി ആയിരിക്കും. അത് ശരിയാ. ഇവരിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. നീ പറഞ്ഞതുപോലെ അതുകൊണ്ട് ചിലപ്പോ ഇനിയും ഗുണമുണ്ടായാലോ? ആ, അങ്ങനെ ശരിയായ രീതിയിൽ ചിന്തിക്ക്. അമ്മയ്ക്ക് ഈ മുറി മതിയോന്നാ മോള് ചോദിച്ചേ. ഓ, ആ ഈ മുറിക്ക് എന്താ കുഴപ്പം? ഇത് നല്ല മുറിയാണല്ലോ. ഇതെന്റെ അമ്മ ഉപയോഗിച്ചോണ്ടിരുന്ന മുറിയാ. അമ്മ ഇപ്പോ അനിയന്റെ കൂടെ പോയിരിക്ക. ആ, അമ്മ ഇല്ലാത്തപ്പോ ദേവൂട്ടി അവിടെ കിടക്കുകയൊക്കെ ചെയ്യുന്നേ. ഈ മുറി അമ്മയ്ക്ക് ഇഷ്ടമായെങ്കിൽ അമ്മ ഉപയോഗിച്ചോളൂ. മതി, ഞാൻ ഇവിടെ കിടന്നോളാം. ആ, ഞാൻ ഈ മുറി ഉപയോഗിക്കുന്നതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അവൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അമ്മ ഇഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ താമസിച്ചോളാനാ മോള് പറയുന്നേ. അല്ലമ്മേ, അവരിനി എത്ര നാൾ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാ? ബാധ്യത തീർന്നു അവർക്ക് ബോധ്യം വരണമെങ്കിൽ അതിനിപ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളായിട്ടൊന്നും ചെയ്യാൻ പോണ്ട. നീ പറഞ്ഞതുപോലെ ഇത്രയും രൂപയുടെ പൊന്നും പണവും കണ്ണും അടച്ച് അവര് ദേവൂട്ടിക്ക് കൊടുക്കണമെങ്കിൽ ഇനിയും അവരുടെ കയ്യില് ആവശ്യത്തിലധികം സ്വത്തും സമ്പാദ്യവും കാണൂലേ? നമ്മുടെ കൂടെ താമസിക്കുമ്പോ നമ്മുടെ ഈ പ്രാരാബ്ദവും കഷ്ടപ്പാടും ഒക്കെ കണ്ടിട്ട് അവരിനിയും നമ്മളെ സഹായിക്കും എന്ന് കരുതി അവസാനം നമുക്കിത് ബാധ്യതയാവാതിരുന്നാ മതി. എന്ത് ബാധ്യത? ആ പ്രായം ചെന്ന സ്ത്രീ ഇനിയും കൂടിപ്പോയ എത്ര കാലം കാണുമെന്ന് കരുതിയിട്ടാ? അതിനു മുമ്പ് അവരുടെ ശേഷിക്കുന്ന സ്വത്തൊക്കെ നമ്മുടെ പേരിലാക്കണം. അതാ മിടുക്ക്. അതെ, അവരെ എത്ര നാൾ കാണുമെന്നെല്ലാം പറഞ്ഞായിരുന്നോ? അതൊന്നും പറഞ്ഞിട്ടില്ല. കുറച്ചു ദിവസം ഉണ്ടാവുന്നേ പറഞ്ഞിട്ടുള്ളൂ. ദേ, നമ്മുടെ കടബാധ്യതകളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചവരാ അമ്മ. അവരിവിടെ താമസിക്കുന്നിടത്തോളം കാലം അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. കേട്ടല്ലോ? നീയും കേട്ടല്ലോ? അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ആ ചിന്തയൊക്കെ എനിക്കുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തോളാം. മോളെ ദേവുട്ടി, നമ്മുടെ കാര്യങ്ങളൊക്കെ നീ അവരോട് വേണ്ട രീതിയിലൊന്ന് പറഞ്ഞേക്കണേ.